സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണ്ടേ? പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങും? എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാ, എനിക്ക് പറ്റിയ സെറം ഏതാ, മോയ്സ്ചറൈസർ ഏതാ, ടോണർ ഏതാ, ഫേസ് വാഷ് ഏതാ, സൺസ്ക്രീൻ ഏതാ? ഇങ്ങനെ ഒരു 100,000 ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു 100,000 ഡൗട്ട്സിൽ നിന്നായിരിക്കും നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ വച്ചേ നിർത്തിക്കോ. ഒരു ക്ലാരിറ്റി വന്നിട്ട് മാത്രമേ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാവുള്ളൂ. അതായത് നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണെന്നും ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഹലോ, അപ്പോൾ ഇറ്റ്സ് മീ ആൻസി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ റൊട്ടീനാണ്. ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ഏതാണ്, ബിഗിനേഴ്സിന് എങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതേപോലെ 100,000 ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതാണ് ഈ ബേസിക് സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്നിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ റൂട്ടീൻ ഒരിക്കലും നമ്മുടെ ഫേസ് വെളുത്തിട്ട് പാറിപ്പിക്കാനുള്ളൊരു സംഭവമല്ല. നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആക്കി നല്ലൊരു ടെക്സ്ചർ തന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ പിമ്പിൾസ്, സ്കാർസ്, ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് ആ ഒരു റൊട്ടീനും കൊണ്ട് മാറ്റിയെടുത്ത് സ്കിന്ന് നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറും എന്നുള്ള വിചാരിക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൺലൈൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഭയങ്കര റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു 1 lakh പ്ലസ് റേറ്റിംഗ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും, അത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം, ഫേസിലെ കൺസേൺസ് എല്ലാം മാറും. അങ്ങനെ വിചാരിച്ച ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് അപ്പോൾ അറിയണ്ടായിരുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് സ്യൂട്ടാവും, എൻ്റെ കൺസേൺ എന്താ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഇതെനിക്ക് വർക്കാവും, ഇത് എൻ്റെ സ്കിന്നൊക്കെ അടിപൊളിയാക്കും, ഭയങ്കരമായിട്ട് വെളുക്കും ഞാൻ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല, വെറും തെറ്റായ ധാരണയാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി വയ്ക്കും. നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്ന നിലയിൽ CTM റൊട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് വാഷ് ചെയ്യുക. ഈ ഫേസ് വാഷും ക്ലെൻസറും ഒന്നാണോ എന്ന് ചോദിക്കണവരോട് അല്ല, കുറേ പേരുടെ തെറ്റിദ്ധാരണയാണത്. രണ്ടും ഒന്നല്ല. ഫേസ് വാഷ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഫേസ് വാഷ് ഇട്ടുകൊണ്ട് കൂടി മാത്രം നമ്മുടെ ഫേസിൽ ചെയ്തേക്കണം മേക്കപ്പോ അല്ലെങ്കിൽ ഒട്ടും പോയില്ല എന്നല്ല ഞാൻ പറയണത്. ഒരു 30% 40% നമ്മുടെ ഫേസിൽ ബാക്കി ഉണ്ടാവും. നമ്മുടെ പോഴ്സിലൊക്കെ നമ്മുടെ ഡേർട്സും സൺസ്ക്രീനൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് അങ്ങനെ പോവില്ല. അതിന് ക്ലെൻസർ തന്നെ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ക്ലെൻസർ. ഇപ്പം നമ്മൾ സൺസ്ക്രീനൊക്കെ കുറേ പേരുടെ ഡൗട്ടാണ്, ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിറ്റേന്ന് കുരു വന്നു, ഭയങ്കരമായിട്ട് കുരു വരണു, പിമ്പിൾസ് വരണു എന്നൊക്കെ ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ സൺസ്ക്രീൻ ഇട്ടിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഫേസ് പോലും കഴുകാണ്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അതുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട്, അതായത് ഡബിൾ ക്ലെൻസ് ചെയ്യണം. ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്ത് ഒന്നും കൂടെ ഫേസ് ഒന്ന് സെറ്റാക്കണം. അതിനാണ് ക്ലെൻസർ യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടോണർ. ടോണർ എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഭയങ്കര വില കൂടിയ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ടോണർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് കിട്ടും. പിന്നെ വിറ്റാമിൻ സി അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയാസിൻമേഡൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബ്രൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് വെളുക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയണില്ല. സ്കിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി കിട്ടും. അതും 1, 2, 3 ദിവസം കൊണ്ട് 1-2 ആഴ്ചകളൊന്നും കിട്ടില്ല. ഒരു 1 month 2 month അതൊക്കെ ഓരോരുത്തരുടെ കൺസേൺ അനുസരിച്ചിരിക്കും. ഒരു 3-4 പിമ്പിൾസോ ഡാർക്ക് സ്പോട്ടോ ഒക്കെ ആണെങ്കിൽ അതിൽ പോയി പെട്ടെന്ന് ഫേഡ് ഔട്ടായിട്ട് പോയിട്ടുണ്ടാവും. കുറച്ച് അധികം കൺസേൺ ഉള്ളവർക്കാണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ ക്ഷമ. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഫേസിൽ സോപ്പ് യൂസ് ചെയ്യരുത്. സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഒന്നും കൂടെ ഡ്രൈ ആവും. അത് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല.
നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ടൊരു സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിരിക്കും, നല്ല ടെക്സ്ചറായിരിക്കും. ആ ഒരു ഫീലും ടച്ച് ആൻഡ് ഫീലൊക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. ഉച്ചയാകുമ്പോഴത്തേക്കും അതങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സംഭവമൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ല ഡ്രൈ ആവും. സോപ്പല്ല, ഫേസ്. അപ്പോൾ സോപ്പ് യൂസ് ചെയ്തത് എന്തായാലും ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാം, ആവശ്യമേ ഉള്ളൂ. മെനി ടോണേഴ്സ് അവൈലബിൾ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൺസേണും സ്കിൻ ടൈപ്പും അനുസരിച്ചിട്ട് ഒരു ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറേ ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡ്സുകളും കാര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബഡ്ജറ്റും കൂടെ ഉണ്ടായിരിക്കണം, അത് വേറൊരു കാര്യം. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി, റേറ്റ് കുറവുള്ള എന്നാൽ നല്ല റിസൾട്ട് കിട്ടണ പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം, നോ ഇഷ്യൂ. ഇനിയും മോയ്സ്ചറൈസറും സെറവും ബാക്കിയുണ്ട്, അതും പിന്നെ സൺസ്ക്രീൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു 3 പാർട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുടെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാർട്ട് 2-ൽ ബാക്കി സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.